മലയാള ചലച്ചിത്ര ലോകത്തും ഫാഷൻ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർണിമ ഇന്ദ്രജിത്ത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു റോൾ മോഡലാണ്. വിവാഹശേഷം തന്റെ കരിയർ സ്വപ്നങ്ങളെ പിന്തുടരുകയും പ്രാണ എന്ന ബ്രാൻഡിലൂടെ ബിസിനസ് ലോകത്ത് വിജയം കൈവരിക്കുകയും ചെയ്തതിലൂടെയാണ് അവർ ഈ സ്ഥാനം നേടിയെടുത്തത്. ഒരു അഭിനേത്രി എന്നതിലുപരി ഫാഷൻ ഡിസൈനർ, സംരംഭക, പൊതുരംഗത്തെ സജീവ വ്യക്തി എന്നീ നിലകളിൽ പൂർണിമ ശ്രദ്ധേയാണ്. എന്നാൽ പൊതുജീവിതത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും സദാചാര വിചാരണകളും നേരിടേണ്ടി വന്നിട്ടുള്ളത് തന്റെ മക്കളായ പ്രാർത്ഥനയുടെയും നക്ഷത്രയുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെയും വസ്ത്രധാരണത്തിന്റെയും പേരിലാണ്. പൂർണിമയുടെ മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ്. ആധുനിക ഫാഷൻ ട്രെൻഡുകൾ പിന്തുടരുന്നതിൽ അവർ ശ്രദ്ധിക്കാറുമുണ്ട്. മക്കളുടെ ഈ ഫാഷൻ സെൻസിനെ അമ്മ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരാറ്. മക്കൾ അല്പവസ്ത്രധാരികളായി നടക്കാൻ അമ്മ പ്രോത്സാഹിപ്പിക്കുന്നു, മാന്യമായി വസ്ത്രം ധരിക്കാൻ അമ്മ ഉപദേശിക്കുന്നില്ല എന്നിങ്ങനെയുള്ള കമന്റുകളാണ് പതിവായി വരാറുള്ളത്. ഒരു പൊതുവ്യക്തി എന്ന നിലയിൽ പൂർണിമയുടെ നല്ല അമ്മ എന്ന ഇമേജിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ വിമർശനങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. മക്കളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഫാഷൻ തിരഞ്ഞെടുപ്പുകളെയും അംഗീകരിക്കുന്ന പൂർണിമയുടെ നിലപാട് യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളോടുള്ള ഒരു വിഭാഗം പ്രേക്ഷകരെ അലോസരപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിമർശനങ്ങൾക്കിടയിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പൂർണിമ നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ ശ്രദ്ധേയമാവുകയാണ്. മക്കളുമായി കൂട്ടുകാരാവുക എന്ന പൊതുധാരണയെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ മാതാപിതാക്കൾക്ക് അവരുടേതായ സ്ഥാനമുണ്ടെന്ന് താരം ഉറപ്പിച്ചു പറയുന്നു. മാതാപിതാക്കൾ മാതാപിതാക്കളായി തന്നെയാണ് ഇരിക്കേണ്ടത് എന്നതാണ് പൂർണിമയുടെ അടിസ്ഥാന നിലപാട്. സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ് താരം ഈ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയത്. എനിക്ക് 45 വയസ്സായി, പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട്, എൻ്റെ കൂട്ടുകാരികളോട് പറയുന്ന കാര്യം ഈ പ്രായത്തിൽ ഞാൻ പറയാറില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയൂ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ ഈ അകലം അല്ലെങ്കിൽ ബാലൻസ് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും പൂർണിമ ചൂണ്ടിക്കാട്ടുന്നു. പൂർണ്ണമായും സുഹൃത്ത് ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ തനിക്ക് ഇപ്പോഴും കഴിയില്ലെന്നും ആ ഒരു ബാലൻസിനെ നിലനിർത്താൻ ശ്രമിക്കുകയാണ് പ്രധാനമെന്നും അവർ പറയുന്നു. ഈ നിലപാട് ആധുനിക പേരന്റിങ്ങിന് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോഴും മാതാപിതാക്കളുടെ അതിർവരമ്പുകൾ മാതാപിതാക്കൾ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പൂർണിമ ഇവിടെ ഊന്നി പറയുന്നത്. പൂർണിമ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യം മക്കൾക്ക് എന്ത് കാര്യം തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഇടം നൽകുന്നതിലാണ്. ഒരു നല്ല രക്ഷകർത്തൃ ബന്ധത്തിന്റെ അടിസ്ഥാനം ഇതാണെന്നും അവർ വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഫ്രണ്ട്സിനോട് തോന്നുന്നത് പോലുള്ള ആ കംഫർട്ടും എന്തും തുറന്നു പറയാമെന്നുമുള്ള അവരെ കുറ്റപ്പെടുത്താതെയും ജഡ്ജ് ചെയ്യാതെയും അവർക്കെല്ലാം തുറന്നു പറയാനുള്ള സ്പേസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മക്കൾ എന്തെങ്കിലും വിഷയം തുറന്നു പറയുമ്പോൾ അവരെ വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. സുഹൃത്തുക്കളോട് തോന്നുന്ന സൗഹൃദവും ആശ്വാസവും മാതാപിതാക്കളോട് തോന്നുമ്പോഴാണ് തുറന്ന ആശയവിനിമയം സാധ്യമാകുന്നത്. ഈ സ്പേസ് സൃഷ്ടിക്കുന്നതിലൂടെ കുട്ടികളുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് മാതാപിതാക്കളെ ആശ്രയിക്കാൻ സാധിക്കും. ഈ കാഴ്ചപ്പാട് മക്കളുടെ വ്യക്തിത്വ വികസനത്തെയും ആത്മവിശ്വാസത്തെയും സഹായിക്കുന്ന ഒരു ആധുനിക രക്ഷകർത്തൃ സമീപനമാണ്. പൂർണിമ ഇന്ദ്രജിത്ത് തന്റെ രക്ഷകർത്തൃ ചിന്തകൾ പങ്കുവെച്ചപ്പോഴും വിമർശകരുടെ ശ്രദ്ധ പതിഞ്ഞതും വീണ്ടും മക്കളുടെ വസ്ത്രധാരണത്തിലേക്ക് തന്നെയായിരുന്നു. അവരുടെ വാക്കുകൾക്ക് താഴെ വന്ന കമന്റുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതാണ്: നല്ല അമ്മയായിട്ടും എന്തുകൊണ്ടാണ് മാന്യമായി വസ്ത്രം ധരിക്കാൻ മക്കളെ ഉപദേശിക്കുന്നില്ല? കുട്ടികളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ അംഗീകരിക്കുകയും അവർക്ക് അവരുടെ ശരീരം സംബന്ധിച്ച കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുക. ഇത് ആധുനിക ലിബറൽ കാഴ്ചപ്പാടാണ്. ഒരു പൊതുരംഗത്തെ കുടുംബത്തിലെ അംഗങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന മാന്യതയുടെയും സദാചാരത്തിന്റെയും അളവുകോലുകൾ അനുസരിച്ച് വസ്ത്രധാരണം ചെയ്യണം. അല്ലാത്ത പക്ഷം അത് കുടുംബത്തിന്റെ നല്ല പേരിന് കളങ്കമാകും. പൂർണിമയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് തുറന്നു പറയാനുള്ള സ്പേസ് നൽകുന്നതിനർത്ഥം അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെ അംഗീകരിക്കുക എന്നതുകൂടിയാണ്. എന്നാൽ വിമർശകർ ഈ സ്വാതന്ത്ര്യത്തെ ഒരു നല്ല അമ്മയുടെ ധർമ്മത്തിൽ നിന്നുള്ള വീഴ്ചയായാണ് കാണുന്നത്. ഒരു അഭിനേത്രി എന്നതിലുപരി ഒരു സ്ത്രീയും അമ്മയും എന്ന നിലയിൽ പൂർണിമ നിരന്തരം സദാചാര വിചാരണകൾക്ക് വിധേയമാകുന്നു. ഈ സംഭവം ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീ എങ്ങനെ പെരുമാറണം, സ്വന്തം മക്കളെ എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ചുള്ള പൊതുബോധം എത്രത്തോളം ശക്തമാണെന്നും അടിവരയിടുന്നു. പൂർണിമ മുന്നോട്ട് വെച്ച ബാലൻസ്ഡ് ആയിട്ടുള്ള രക്ഷകർത്തൃ വീക്ഷണത്തിൽ പോലും മക്കളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട സദാചാര ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു എന്നത് ഒരു സാമൂഹിക പ്രതിഭാസമായി കാണേണ്ടതുണ്ട്. മാതൃത്വത്തിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള പൂർണിമ ഇന്ദ്രജിത്ത് തന്റെ മക്കളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു. മാതാപിതാക്കൾ മാതാപിതാക്കളായി തന്നെ ഇരിക്കണം, എന്നാൽ സുഹൃത്തുക്കളെ പോലെ എന്തും തുറന്നു പറയാനും കംഫർട്ടായ ഒരു സ്പേസ് നൽകണമെന്ന അവരുടെ ചിന്ത ആഴത്തിലുള്ളതാണ്. എന്നാൽ ഈ ചിന്തകളെ പോലും മറികടന്ന മക്കളുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ അവർ നിരന്തരമായി വിമർശിക്കപ്പെടുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇരട്ടത്താപ്പുകളും സദാചാര ബോധവുമാണ് തുറന്നു കാട്ടുന്നത്. ഒരു റോൾ മോഡൽ എന്ന നിലയിൽ പൂർണിമ ഇത്തരം വിമർശനങ്ങളെ ധീരമായി നേരിടുന്നത് സ്വന്തം ജീവിതത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്.